ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ SSCയുടെ എക്സാംസിന് വേണ്ടുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇൻഡസ് വാലി സിറ്റീസ്? അപ്പോൾ ഇൻഡസ് വാലി സിറ്റീസിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോഡ്സ് ഇന്റർസെക്റ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ്. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് അയൺ ടൂൾസ്. തേർഡ് എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ. ഫോർത്ത് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് അയൺ ടൂൾസ് ആണ്. ഓൾറെഡി നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിറ്റീസിൽ റോഡുകളൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസ് തന്നെയായിരുന്നു, 90 ഡിഗ്രിയിൽ തന്നെയായിരുന്നു. ഇത്തരത്തിൽ റോഡുകൾ റൈറ്റ് ആംഗിൾ ഇന്റർസെക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് പാറ്റേൺ എന്നറിയപ്പെടുന്നത്? ഗ്രിഡ് പാറ്റേൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേൺഡ് ബ്രിക്ക് ആയിരുന്നു, ചുട്ടെടുത്ത കല്ലുകളായിരുന്നു. ഇൻഡസ് വാലി സിറ്റീസിൽ ഡ്രെയിനേജ് സിസ്റ്റം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അറിയുക. ഇൻഡസ് വാലി സിറ്റീസിൽ റോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലായിരുന്നു. കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബേൺഡ് ബ്രിക്ക് ആയിരുന്നു. അതുപോലെ അവിടെ അഡ്വാൻസ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റവും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3300 BC മുതൽ 1300 BC വരെയുള്ള ടൈം പീരീഡ് ആണ് അല്ലേ. ഈ ഫേസിനെ തന്നെ, ഈ ഒരു ടൈം പീരീഡിനെ തന്നെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ഏർലി ഫേസ് എന്നും, അതുപോലെ മെച്യൂർ ഫേസ് എന്നും, ലേറ്റർ ഫേസ് എന്നും. ഏർലി ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടങ്ങിയ ആ ടൈം പീരീഡ് 3300 മുതൽ 2600 വരെയുള്ള ടൈം പീരീഡാണ്. മെച്യൂർ ഫേസ് എന്ന് പറയുന്നത് 2600 മുതൽ 1900 വരെയുള്ള ടൈം പീരീഡാണ്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ കുറച്ചുകൂടി ഡെവലപ്ഡ് ആവുന്ന ടൈം പീരീഡ്, അതാണ് മെച്യൂർ ഫേസ് എന്ന് പറയുന്നത്. ലേറ്റർ ഫേസ് എന്ന് പറയുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻ ആയി തുടങ്ങുന്ന ടൈം പീരീഡ്, അത് 1900 ടു 1300. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ടൈം പീരീഡ് അറിയുക. ഇതിൽ എക്സാമിന് കൂടുതലും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് മെച്യൂർ ഫേസ് തന്നെയാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3300 BC മുതൽ 1300 BC വരെയാണ്. ഇതിനെ മൂന്ന് ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം: ഏർലി ഫേസ്, മെച്യൂർ ഫേസ്, ലേറ്റർ ഫേസ് എന്ന്. ഏർലി ഫേസിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3300 മുതൽ 2600 BC വരെയും, മെച്യൂർ ഫേസിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2600 മുതൽ 1900 BC വരെയും, ലേറ്റർ ഫേസിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1900 മുതൽ 1300 വരെയുമാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ശരിക്കും നമ്മൾ പറഞ്ഞു റോഡുകളൊക്കെ കട്ട് ചെയ്യുന്ന 90 ഡിഗ്രി ആംഗിളിലായിരുന്നു. അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രിഡ് പാറ്റേൺ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ഹൗസിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ചുട്ടെടുത്ത കല്ലുകളായിരുന്നു, ബേൺഡ് ബ്രിക്ക് ആയിരുന്നു. ഓക്കെ, ഇനി കഴിഞ്ഞില്ല, എക്സാമിന് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹാരപ്പൻ സീലുകൾ കൂടുതലും മേഡ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഹാരപ്പൻ സീൽസ് മേഡ് അപ്പ് ഓഫ്. ഓക്കെ, ഹാരപ്പൻ സീൽസ് കൂടുതലും മേഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിയറ്റൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ്. കേട്ടോ, ഹാരപ്പൻ സീലുകൾ കൂടുതലും മേഡ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റോൺ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? സ്റ്റിയറ്റൈറ്റ് സ്റ്റോൺ ആണ്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? പ്രോപ്പർലി അറിഞ്ഞിരിക്കുക. ഇനി ഈ ഹാരപ്പൻ സീലുകളിൽ മെയിൻലി ഡെപിക്റ്റ് ചെയ്ത ആനിമൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ യൂണിക്കോൺ ആണ്. കേട്ടോ, ഹാരപ്പൻ സീലുകളിൽ മെയിൻലി ഡെപിക്റ്റ് ചെയ്ത ആനിമൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? യൂണിക്കോൺ ആണ്. അതും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ഡാൻസിങ് ഗേൾ അല്ലെ. അപ്പൊ അത്തരത്തിൽ സ്റ്റാച്യൂസ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെക്നിക്കിന്റെ പേരാണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക്. കേട്ടോ, ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക്കിൽ ഇവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ബ്രോൺസ് ആണ്. കേട്ടോ, ലോസ്റ്റ് വാക്സ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ബ്രോൺസ് ആണ്. ഓക്കെ, ഇനി അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നു അല്ലെ. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഓരോ ഹൗസിനും സെപ്പറേറ്റ്ലി എന്തുണ്ടായിരുന്നു? ഡ്രെയിനേജ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതായത് വേസ്റ്റ് വാട്ടർ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രോപ്പർലി ഒരു ഡ്രെയിനേജ് സിസ്റ്റം. ഇത്തരത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഫൈനലി മറ്റൊരു അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ടാണ് ഇത്തരത്തിൽ വീടുകളിൽ നിന്നുള്ള ചെറിയ ചെറിയ ഡ്രെയിനേജ് സിസ്റ്റംസ് ഫൈനലി എത്തിച്ചേരുന്നത്.
അത്തരത്തിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു ഇൻഡസ് വാലി സിറ്റീസിന് ഉണ്ടായിരുന്നത്. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഓർത്തിരുന്നോളുക. 3300 മുതൽ 1300 BC വരെയുള്ള ടൈം പീരീഡ് ആണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 3 ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏർലി ഫേസ് എന്ന് പറയുമ്പോൾ 3300 മുതൽ 2600 വരെയും, മെച്യൂർ ഫേസ് എന്ന് പറയുമ്പോൾ 2600 മുതൽ 1900 വരെയും, ലേറ്റർ ഫേസ് എന്ന് പറയുമ്പോൾ 1900 മുതൽ 1300 വരെയുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ റോഡുകളൊക്കെ കട്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഗ്രിഡ് പാറ്റേൺ എന്ന് പറയാം. ഹാരപ്പൻ സില്ലുകൾ മെയിൻലി മേടിയിരിക്കുന്നത് സ്റ്റിയറ്റൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണെന്ന് അറിയുക. ഇവിടെ ഹാരപ്പൻ സീലില് ഡെപിക്ട് ചെയ്തിരിക്കുന്ന ആനിമൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ യൂണിക്കോൺ ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ സമയത്ത് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിറ്റീസിൽ നമുക്കറിയാം സ്റ്റാച്യു ഓഫ് ഡാൻസിങ് ഗേൾ. അപ്പൊ ഇത്തരത്തിൽ സ്റ്റാച്യു ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്. ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക്കിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ എന്ത് തന്നെയാണ്? ബ്രോൺസ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ശരിക്കും നമ്മുടെ നോർത്തിലെ ഏത് പോർഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നോർത്തില് മാണ്ട വരെയാണ് കേട്ടോ. നോർത്തില് ജമ്മു കാശ്മീരിലെ മാണ്ട വരെയും, സൗത്തിലാണെങ്കിൽ ദൈമാബാദ്. ഓക്കെ, അപ്പൊ ദൈമാബാദ് എന്ന് പറയുന്ന സൈറ്റ് ഏത് സ്റ്റേറ്റിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പൊ നോർത്തില് ജമ്മു കാശ്മീരിലെ മാണ്ട വരെയും, സൗത്തില് ദൈമാബാദ്. ദൈമാബാദ് എന്ന് പറയുന്ന പ്ലേസ് എവിടെയാണെന്ന് അറിയണം? മഹാരാഷ്ട്രയിലാണെന്ന് അറിയണം. ഇനി ഈസ്റ്റിലും ഉണ്ട്, വെസ്റ്റിലും ഉണ്ട്. ഈസ്റ്റില് ഉത്തർപ്രദേശിലെ അലംഗിർപൂർ വരെയും കേട്ടോ, ഉത്തർപ്രദേശിലെ അലംഗിർപൂർ വരെയും, വെസ്റ്റില് സുക്ത ജന്തർ വരെയുമാണ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ സുക്ത ജന്തർ ബലൂചിസ്ഥാന്റെ പാർട്ടാണ്, ബലൂചിസ്ഥാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർക്കുക, ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നോർത്തിൽ ഏത് പ്ലേസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ജമ്മു കാശ്മീരിലെ മാണ്ട വരെ. സൗത്തിലോ? മഹാരാഷ്ട്രയിലെ ദൈമാബാദ് വരെ. അപ്പോൾ വീണ്ടും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാണ്ട എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിനടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? അത് ചെനാബ് റിവർ ആണ് കേട്ടോ. മാണ്ട എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിനടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? അത് ചെനാബ് റിവർ ആണ്. അതും പ്രോപ്പർലി ഓർത്തിരിക്കുക. പറഞ്ഞത് ഇങ്ങനെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ നോർത്തിൽ അങ്ങ് മാണ്ട വരെയും, സൗത്തില് ദൈമാബാദ് വരെയും, ഇനി വെസ്റ്റിലാണെങ്കിൽ സുക്ത ജന്തറും, ഈസ്റ്റിലാണെങ്കിൽ അലംഗിർപൂർ വരെയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓർക്കുക, നോർത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് മാണ്ട വരെയാണ്. ഈ മാണ്ടയ്ക്ക് അടുത്തുകൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചിനാബ് റിവറുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എങ്കിലും നോക്കാം. ഹാരപ്പൻ സിറ്റീസ് ഹാഡ് എ ഡാഷ് ഗ്രിഡ് പാറ്റേൺ ഓഫ് ലേഔട്ട് വിത്ത് റോഡ്സ് ദാറ്റ് കട്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. അപ്പൊ ഹാരപ്പൻ സിറ്റീസിന് ഗ്രിഡ് പാറ്റേൺ ഓഫ് ലേഔട്ട് ആണ്. അവിടെ റോഡുകൾ കട്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനത്തെ ഗ്രിഡ് പാറ്റേൺ ആണ്? അതായത് റോഡുകളെല്ലാം പ്രോപ്പർലി കട്ട് ചെയ്യുന്നത് എത്ര ഡിഗ്രി ആംഗിൾ ആയിരിക്കും? 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. അപ്പൊ ഇത് ഏതൊരു ഷേപ്പാ? റെക്ടാങ്കുലാർ ഷേപ്പാണ്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ റോഡുകളെല്ലാം കട്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലാണെന്ന് നമുക്കറിയാം. അതിനാണ് നമ്മൾ ഗ്രിഡ് പാറ്റേൺ അല്ലെങ്കിൽ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഏതിലാണ്? റെക്ടാങ്കുലാറിലാണ് കേട്ടോ, റെക്ടാങ്കുലാർ. ഓക്കെ, ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഹാരപ്പ എന്ന് പറയുന്നത്. നമുക്കറിയാം, വർഷം ഓർത്തോളുക, 1921 ആരാണ്? ദയാറാം സായിനി കേട്ടോ. 1921 ദയാറാം സായിനി പാകിസ്ഥാനിലെ മോണ്ടഗോമറി ഡിസ്ട്രിക്റ്റില്. ഓക്കെ, അപ്പൊ 1921 ദയാറാം സായിനി എന്ന് പറയുന്ന ആള് പാകിസ്ഥാനിലെ മോണ്ടഗോമറി ഡിസ്ട്രിക്റ്റില് നമ്മുടെ രവി റിവറിന് ബിസൈഡിലായിട്ടാണ് എന്ത് എക്സ്കവേറ്റ് ചെയ്തത്? ഹാരപ്പൻ സിറ്റി എക്സ്കവേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിലെ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ആണ് ഹാരപ്പ. അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ആണ് ഹാരപ്പ. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് വർഷം അറിയുക 1921. ആളുടെ പേര് അറിയുക ദയാറാം സായിനി. അപ്പൊ 1921 ദയാറാം സായിനി എന്ന് പറയുന്ന ആള് പാകിസ്ഥാനിലെ മോണ്ടഗോമറി ഡിസ്ട്രിക്റ്റില് രവി റിവറിന് ബിസൈഡിലായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്ന സൈറ്റ് ആണ് എന്ന് പറയുന്നത് ഹാരപ്പ. അപ്പൊ അറിയണം, ഹാരപ്പ എന്ന് പറയുന്ന സിറ്റി, ഹാരപ്പ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഡിസ്കവർ ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1921.
ഡിസ്കവർ ചെയ്യുന്ന ആളുടെ പേര് അറിയുക, ദയാറാം സൈനി. അതുപോലെ തന്നെ എവിടെയാ? പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ഡിസ്ട്രിക്റ്റില്. ഏത് റിവറിന് ബിസൈഡിലാണെന്ന് ക്വസ്റ്റ്യൻ വരും, രവി റിവറിന് ബിസൈഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ ഹാരപ്പൻ ഡ്രെയിനേജ് സിസ്റ്റം? ഇറ്റ് വാസ് ഓൺലി ഫോർ റോയൽ യൂസ്, ഇറ്റ് വാസ് ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ്. അപ്പൊ ഹാരപ്പൻ ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റി കറക്റ്റ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓരോ ഹൗസിനും സെപ്പറേറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം കൂടി കംപ്ലീറ്റ്ലി ഫൈനലി ചെന്നെത്തുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഹാരപ്പൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൺലി 2 മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക? ഫാക്റ്റുകളാക്കി നോട്ട് ചെയ്തോളുക. ഓക്കെ, അപ്പൊ ഹാരപ്പൻ ഡ്രെയിനേജ് സിസ്റ്റം വാസ് ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ SSC പ്രീമിയം ബാച്ച് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് എക്സാംസിന്റെ പാറ്റേൺ മനസ്സിലാക്കി, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്ന ടോപ്പിക്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി സിലബസ് കൃത്യമായിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ലൈവ് ക്ലാസ്സുകളായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം തന്നെ വരുന്ന ഡൗട്ടുകൾ ആ ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കാം. ഇനി ഒരു പക്ഷേ അഥവാ ലൈവ് ഒന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആക്കി ഫോം ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. അവിടെ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ നമ്പറിൽ 8075753676 അല്ലെങ്കിൽ 7012615062 ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക? നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാരപ്പൻ സീൽസ് വെയർ മെയ്ഡ് യൂസിങ് ലോക്കലി ഒക്വറിംഗ് സ്റ്റേറ്റൈറ്റ്. നമ്മൾ പറഞ്ഞു ഹാരപ്പൻ സീലുകളിൽ കൂടുതലും മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ്. കറക്റ്റ്. ദീസ് സീൽസ് ഓഫൺ ബിയർ ആനിമൽ ഫിഗേഴ്സ് ആൻഡ് ഒബ്സ്ക്യൂർ സ്ക്രിപ്റ്റ് സിംബിൾസ്. അതും നമ്മൾ പറഞ്ഞു. അതായത് ഹാരപ്പൻ സീലുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിൽ ആനിമൽസിനെയൊക്കെ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെയിൻലി ഡെപിക്ട് ചെയ്തൊരു ആനിമൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? യൂണിക്കോൺ ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് കുറേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹാരപ്പൻ സീലുകൾ മെയിൻലി മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റൈറ്റ് സ്റ്റോൺ ആണ്. ഈ സീലുകൾ ആനിമൽസിനെ ഡെപിക്ട് ചെയ്തിട്ടുണ്ടെന്നുകൂടി എന്ത് ചെയ്യുക? ഓർത്തിരുന്നോളുക. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കി ഇങ്ങനെയാണ്, വേർ വാസ് കാർണേലിയൻ സ്റ്റോൺ യൂസ്ഡ് ബൈ ദ ഹാരപ്പൻസ് ഫോർ മേക്കിംഗ് ബീഡ്സ് മോസ്റ്റ്ലി ഫൗണ്ട്. അപ്പോൾ വീണ്ടും പഠിച്ചോ, അതായത് ബീഡുകളൊക്കെ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാരപ്പൻസ് കാർണേലിയൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടോ, അതായത് ബീഡ്സുകൾ മെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാരപ്പൻസ് കാർണേലിയൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാർണേലിയൻ സ്റ്റോണ് നമുക്ക് മെയിൻലി ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുജറാത്ത് ആണ്. കേട്ടോ, ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ, അതായത് കാർണേലിയൻ സ്റ്റോൺസ്, അതായത് ഹാരപ്പൻസ് ബീഡ്സ് മേക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ബീഡ്സിന്റെ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന കാർണേലിയൻ സ്റ്റോൺസ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ വേർ വാസ് കാർണേലിയൻ എ സ്റ്റോൺ യൂസ്ഡ് ബൈ ദ ഹാരപ്പൻസ് ഫോർ മേക്കിംഗ് ബീഡ് മോസ്റ്റ്ലി ഫൗണ്ട്. അതായത് ഹാരപ്പൻസ് ബീഡ്സുകളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കാർണേലിയൻ സ്റ്റോൺസ് ഏറ്റവും കൂടുതൽ ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? മേജർലി അത് ഗുജറാത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഗുജറാത്തിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ ലോത്തല്, അതുപോലെ ധോളാവീര എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് ലോത്തൽ. ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോർട്ട് പോലെ. കേട്ടോ, അപ്പൊ ആർട്ടിഫിഷ്യൽ ബ്രിക്ക് ഡോക്യാർഡിന് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് ലോത്തൽ. ഏത് സ്റ്റേറ്റ് ആണ്? ഗുജറാത്ത് ആണ്. അതുപോലെ തന്നെ ഡബിൾ ബറിയൽ എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളതും എവിടെ നിന്ന് തന്നെയാണ്? ലോത്തലിൽ നിന്ന് തന്നെയാണ്. കേട്ടോ, ഡബിൾ ബറിയൽ എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്ന് തന്നെയാണ്? ലോത്തലിൽ നിന്ന് തന്നെയാണ്. ഇനി ധോളാവീര എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റും എവിടെ തന്നെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്. ജയാന്റ് വാട്ടർ റിസർവോയർ, വളരെ വലിയ വാട്ടർ റിസർവോയർ, ഇതാണ് നമ്മുടെ ധോളാവീര സൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തോണേ. അതായത് പറഞ്ഞത് ഇങ്ങനെ,
ഹാരപ്പൻ സിവിലൈസേഷന്റെ സമയത്ത് അവർ ബീഡ്സുകളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് കാർണേലിയൻ സ്റ്റോൺ ആയിരുന്നു. ഈ കാർണേലിയൻ സ്റ്റോൺ പ്രധാനമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുജറാത്ത്. അവിടെ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്, ഈ ഗുജറാത്തിലുള്ള 2 ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകൾ മേജർലി ഏതൊക്കെയാ? ലോത്തലും അതുപോലെ തന്നെ ധോളാവീരയും. ലോത്തലിലാണ് ആർട്ടിഫിഷ്യൽ ബ്രിക് ഡോക്യാർഡും അതുപോലെ ഡബിൾ ബറിയലും. ഇതൊക്കെ നമുക്ക് എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് ലോത്തലിൽ നിന്നാണ്. ജയാന്റ് വാട്ടർ റിസർവോയർ എവിടുന്നാണ്? ധോളാവീര. ഓക്കെ, നമുക്കപ്പോ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അണ്ടർ ദ പോളിസി ഓഫ് മാട്രിമോണിയൽ അലയൻസസ് ബിംബിസാര മാരീഡ് ദ സിസ്റ്റർ ഓഫ് വിച്ച് കിങ് ഓഫ് കോശല? അപ്പൊ നമുക്കറിയാം ലേറ്റർ വേദിക് പീരീഡിലൊക്കെ ആവുമ്പോഴത്തേക്ക് ജനാസ് എല്ലാം കൂടി ചേർന്നിട്ട് ജനപദകൾ ഫോം ചെയ്യുന്നു. ഈ ജനപദകളെല്ലാം കൂടി ചേർന്നിട്ട് മഹാജനപദാസ് ഫോം ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ മെയിൻലി എത്ര മഹാജനപദകളായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ 16 മഹാജനപദ. ഈ 16 മഹാജനപദയിൽ ഏറ്റവും ശക്തിയാർജിച്ച മഹാജനപദയായിരുന്നു മഗധ മഹാജനപദ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര മഹാജനപദാസ്? 16 മഹാജനപദ. ഈ 16 മഹാജനപദകളിൽ ഏറ്റവും ശക്തിയാർജിച്ച മഹാജനപദയായിരുന്നു മഗധ മഹാജനപദ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ശക്തിയാർജിച്ച മഹാജനപദയാണ് ഏതെന്ന് പറഞ്ഞത്? മഗധ മഹാജനപദ എന്ന് പറഞ്ഞത് അല്ലെ? അപ്പോ ഏറ്റവും ശക്തിയാർജിച്ച മഹാജനപദയാണ് മഗധ മഹാജനപദ എന്ന് പറയുന്നത്. ഈ മഗധ മഹാജനപദയില് പ്രധാനമായും റൂൾ ചെയ്ത ഡൈനാസ്റ്റികൾ എന്ന് പറയുന്നത് ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, അതുപോലെ നന്ദ ഡൈനാസ്റ്റി. ഓക്കെ, ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. ഈ ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആരെന്ന് പറയുന്നത്? ഈ ബിംബിസാര എന്ന് പറയുന്നത്. ഇപ്പൊ ബിംബിസാര ആരാണെന്ന് ഒരു ഐഡിയ കിട്ടി. അതായത് 16 മഹാജനപദകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശക്തിയാർജിച്ച മഹാജനപദയാണ് മഗധ മഹാജനപദ. ഈ മഗധ മഹാജനപദ ശരിക്കും 3 ഡൈനാസ്റ്റികളാണ് റൂൾ ചെയ്തിട്ടുള്ളത്: ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ബിംബിസാര എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ ബിംബിസാരന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഫിസിഷ്യൻ കേട്ടോ, ബിംബിസാരന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഫിസിഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ പേരാണ് ജീവക. അതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ബിംബിസാറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഫിസിഷ്യൻ ആരായിരുന്നു? അതായിരുന്നു ജീവക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാട്രിമോണിയൽ അലയൻസ്. എന്തിനായിരുന്നു ബിംബിസാര മാട്രിമോണിയൽ അലയൻസിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്? അതായത് ശരിക്കും ഇത്തരത്തിൽ കോശലയിലെ ഒരു കിങ്ങിന്റെ സിസ്റ്ററെ വിവാഹം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ബിംബിസാര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്ലേസുമായിട്ട് എന്ത് ചെയ്യാവും? വളരെ സൗമ്യമായിട്ട് പോകും, വളരെ പീസ്ഫുൾ ആയിട്ട് ആ 2 നേഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോകും. അപ്പൊ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് മാട്രിമോണിയൽ അലയൻസിലൂടെ ഏർപ്പെട്ട ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ബിംബിസാര എന്ന് പറയുന്നത്. ബിംബിസാര മാരീഡ് ദ സിസ്റ്റർ ഓഫ് പ്രസൻജിത് കിങ് ഓഫ് കോശല. കോശലയിലെ പ്രസൻജിത് കിങ്ങിന്റെ സിസ്റ്റർ ആയിട്ടുള്ള കോശലാദേവി. കോശലാദേവിയാണ് മാട്രിമോണിയൽ അലയൻസിലൂടെ ആര് വിവാഹം ചെയ്യുന്നത്? ബിംബിസാര വിവാഹം ചെയ്യുന്നത്. ഇങ്ങനെ കോശലാദേവിയെ അതായത് പ്രസൻജിത്തിന്റെ സിസ്റ്റർ ആയിട്ടുള്ള കോശലാദേവിയെ ബിംബിസാര വിവാഹം ചെയ്യുമ്പോൾ കാശി എന്ന് പറയുന്ന പ്ലേസ് ആണ് ഡൗറി ആയിട്ട് നൽകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? പ്രോപ്പർലി അറിഞ്ഞിരുന്നോളുക. ഇനി ഈ ബിംബിസാര ശരിക്കും ഒരു 3 വിവാഹങ്ങളാണ് മെയിൻലി മാട്രിമോണിയൽ അലയൻസിലൂടെ ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ കോശലയിലെ നമ്മുടെ പ്രസൻജിത്തിന്റെ സിസ്റ്റർ ആയിട്ടുള്ള കോശലാദേവിയെ വിവാഹം ചെയ്യുന്നു. വൈശാലിയിലെ ലിച്ചാവി പ്രിൻസസ് ഓഫ് ചെല്ലനെ വിവാഹം ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ മദ്രയിൽ നിന്നും ക്ഷേമയെ വിവാഹം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 3 പേരുകൾ ഇപ്പൊ കോശലാദേവി ചോദിച്ചതിക്ക് ബാക്കി 2 പേരുകളൂടെ അറിഞ്ഞിരിക്കുക. അതായത് മാട്രിമോണിയൽ അലയൻസിലൂടെ ബിംബിസാര കോശലാദേവി വിവാഹം ചെയ്യുന്നു. ഈ കോശലാദേവി എന്ന് പറയുമ്പോൾ കോശലയിൽ തന്നെ കിങ് ആയിട്ടുള്ള പ്രസൻജിത്തിന്റെ സഹോദരിയാണ്. ഇതുകൂടാതെ വൈശാലിയിൽ നിന്നും ലിച്ചാവി പ്രിൻസസ് ഓഫ് ചെല്ലനെയും മദ്രയിൽ നിന്ന് ക്ഷേമയും ആര് വിവാഹം ചെയ്യുന്നുണ്ട്? ബിംബിസാര വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഫൈനലി ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. പറഞ്ഞത് ഇങ്ങനെ, അതായത് ബിംബിസാര അതിനു മുന്നേ നമുക്കറിയാം
16 മഹാജനപദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ശക്തിയാർജിച്ച മഹാജനപതിയായിരുന്നു മഗ്ധ മഹാജനപദ എന്ന് പറയുന്നത്. മഗ്ധ മഹാജനപദ റൂൾ ചെയ്തത് 3 ഡൈനാസ്റ്റികളാണ്. ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബിംബിസാരയാണ്. ബിംബിസാരന്റെ കോർട്ടിലുണ്ടായിരുന്ന ഫിസിഷ്യൻ ആണ് ആരെന്നറിയുക? ജീവക എന്നറിയുക. മാട്രിമോണിയൽ അലയൻസിലൂടെ കൗശല വംശത്തിലെ രാജാവായിരുന്ന പ്രസൻജിത്തിന്റെ സിസ്റ്റർ ആയിട്ടുള്ള കൗശലാദേവിയെ ആര് വിവാഹം ചെയ്യുന്നുണ്ട്? ബിംബിസാര വിവാഹം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ വൈശാലിയിലെ ലിച്ചാവി പ്രിൻസസ് ഓഫ് ചെല്ലനെയും മദ്രയിൽ നിന്ന് ക്ഷേമയെയും ആര് വിവാഹം ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിംബിസാര വിവാഹം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് വാസ് ദ ഫംഗ്ഷൻ ഓഫ് ആൻ ഓഫീസർ കാൾഡ് സംഹർത്ത? സമഹർത്ത. അപ്പൊ സമഹർത്ത എന്ന് പറയുന്ന ഓഫീസർ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സമഹർത്ത എന്നുള്ള ഓഫീസറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗര്യ അഡ്മിനിസ്ട്രേഷന്റെ ടൈം പീരീഡിലുള്ള, കേട്ടോ, നമ്മുടെ മൗര്യ അഡ്മിനിസ്ട്രേഷന്റെ ടൈം പീരീഡിലുള്ള ടാക്സ് അസസ്മെന്റ് ആണ് സമഹർത്തയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൗര്യ അഡ്മിനിസ്ട്രേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ഓഫീസർ ആയിട്ടുള്ള സമഹർത്ത, ഈ സമഹർത്തയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? മൗര്യ അഡ്മിനിസ്ട്രേഷനിലെ ടാക്സ് അസസ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഓഫീസറിന്റെ പേരാണ്, അല്ലെങ്കിൽ ഓഫീസറിന് അറിയപ്പെടുന്ന പേരാണ് സമഹർത്ത എന്നുള്ളത്. അപ്പോ അറിയുക, അതായത് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിലെ ടാക്സ് അസസ്മെന്റ് കളക്ട് ചെയ്യുന്ന ഓഫീസർ ആണ് ആര്? സമഹർത്ത. ഓക്കെ, മൗര്യ അഡ്മിനിസ്ട്രേഷനിലെ ടാക്സ് അസസ്മെന്റ് നടത്തുന്ന ഓഫീസർ ആണ് ആര്? സമഹർത്ത. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ഓർത്തിരിക്കുക. അവിടെ നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്സ് റൂൾഡ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈംസ് ഓഫ് ബോത്ത് ബുദ്ധ ആൻഡ് മഹാവീര? അതായത് ഓപ്ഷൻ നോക്കി വേണം ആൻസർ ചെയ്യാൻ. ബുദ്ധന്റെയും അതുപോലെ തന്നെ മഹാവീരന്റെയും ടൈം പീരീഡിൽ അവർ ലൈഫ് ടൈംസിൽ റൂൾ ചെയ്ത കിങ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജാത ശത്രു ആണ് കേട്ടോ. ആരാണ്? അജാത ശത്രു. ഫസ്റ്റ് റൂളർ കിൽഡ് ഹിസ് ഫാദർ ആൻഡ് അസെന്റ് ത്രോൺ. അച്ഛനെ കൊന്നിട്ട് അധികാരത്തിലേക്ക് വരുന്ന ആദ്യത്തെ റൂളർ കൂടിയാണ് ആരെന്ന് പറയുന്നത്? അജാത ശത്രു എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധന്റെയും മഹാവീരന്റെയും ടൈമിൽ ഉണ്ടായിരുന്ന നമ്മുടെ കിങ് ആണ് ആരെന്ന് പറയുന്നത്? അജാത ശത്രു. കിൽഡ് ഹിസ് ഫാദർ ആൻഡ് അസെന്റ് ത്രോൺ. അച്ഛനെ കൊന്നിട്ട് അധികാരത്തിലേക്ക് വരുന്ന ആദ്യത്തെ റൂളറും ആര് തന്നെയാണ്? അജാത ശത്രു തന്നെയാണ്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നത് അജാത ശത്രു ആണ് കേട്ടോ. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നു. എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജഗൃഹയിൽ വെച്ചിട്ടാണ്. പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? മെയിൻ ആ സമയത്ത് കിങ് എന്ന് പറയുന്നത് അത് അജാത ശത്രു തന്നെയാണ്. പ്രിസൈഡ് ചെയ്യുന്നത് മഹാകശ്യപ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അറിയുക. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നത് അജാത ശത്രു ആണ്. എവിടെയാണെന്ന് അറിയുക? രാജഗൃഹയില്. ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? മഹാകശ്യപ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ബുദ്ധന്റെയും മഹാവീരന്റെയും ടൈമിൽ ഉണ്ടായിരുന്ന കിങ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മൾ ഓപ്ഷൻ എഴുതുകയാണ്. ആര്? അജാത ശത്രു. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നത് അജാത ശത്രുവിന്റെ ടൈം പീരീഡിലാണ്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് അറിയുക? അത് രാജഗൃഹയിൽ വെച്ചിട്ടാണ്. ഈ ടൈമിലെ കിങ് എന്ന് പറയുന്നത് അജാത ശത്രു ആയിരുന്നു. പ്രിസൈഡ് ചെയ്യുന്നത് ആരാണെന്ന് കൂടി ഒപ്പം അറിയുക, അത് മഹാകശ്യപ. കേട്ടോ? ഓക്കെ, നമുക്ക് 9th ദിവസത്തിലേക്ക് പോവാം. നോക്ക. വിച്ച് ഏൻഷ്യന്റ് സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ലിവ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് നന്ദാസ്? നന്ദാസിന്റെ ടൈം പീരീഡിൽ ജീവിച്ചിരുന്ന സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പാണിനിയാണ്. കേട്ടോ? അതായത് നന്ദ ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡിൽ ജീവിച്ചിരുന്ന സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? പാണിനിയാണ്. പാണിനി എഴുതുന്ന ബുക്കാണ് എന്ന് പറയുന്നത് അഷ്ടധ്യായി. കേട്ടോ? അപ്പൊ അഷ്ടധ്യായി എഴുതുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? പാണിനി. ഓക്കെ, അപ്പൊ നന്ദാസിന്റെ ടൈം പീരീഡിൽ ജീവിച്ചിരുന്ന സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആണ് ആരെന്ന് പറയുന്നത്? പാണിനി. പാണിനി എഴുതുന്നതാണ് എന്ന് പറയുന്നത് അഷ്ടധ്യായി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, കാളിദാസന്റെ വർക്കുകൾ ഏതൊക്കെയാണ്? എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കാളിദാസന്റെ വർക്കുകൾ. ഇപ്പൊ പാണിനിയുടെ വർക്ക് നമ്മൾ പറഞ്ഞു, ഏതാ? അഷ്ടധ്യായി. പാണിനിയുടെ വർക്ക് ഏതാണ്? അഷ്ടധ്യായി. കാളിദാസന്റെ വർക്കുകളാണ് ഏതൊക്കെ? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോവർഷിയം,
അഭിജ്ഞാന ശാകുന്തളം, വിക്രമോ വർഷിയം, ഋതുസംഹാര. ഓക്കെ, അഭിജ്ഞാന ശാകുന്തളം, വിക്രമോ വർഷിയം, ഋതുസംഹാര, രഘുവംശ. ഓക്കെ, അഭിജ്ഞാന ശാകുന്തളം, വിക്രമോ വർഷിയം, ഋതുസംഹാര, രഘുവംശ, മാളവിക അഗ്നിമിത്രം, മേഘദൂത്. കേട്ടോ, ഇത്രയൊന്ന് നോട്ട് ചെയ്തോളുക. ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, മേഘദൂത്. ഓക്കെ, അപ്പൊ കാളിദാസനുമായിട്ട് റിലേറ്റ് ചെയ്ത വർക്കുകളാണ് പറഞ്ഞത്. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോ വർഷിയം, ഋതുസംഹാര, രഘുവംശ, മാളവിക അഗ്നിമിത്രം, മേഘദൂത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർത്തോളുക. ഓക്കെ, ഇനി ആര്യഭട്ട. നമുക്കറിയാം ചന്ദ്രഗുപ്ത സെക്കൻഡ് ടൈം പീരീഡിൽ ആര്യഭട്ട ഉണ്ടായിരുന്നത് ആരുടെ കോർട്ടിലാണെന്ന് ചോദിക്കും. ചന്ദ്രഗുപ്ത സെക്കൻഡ്, നമ്മുടെ ഗുപ്ത ഡൈനാസ്റ്റിയിലെ റൂളർ, വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡ്. വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡ് ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ആര്യഭട്ട എന്ന് പറയുന്നത്. ഫേമസ് മാത്തമാറ്റീഷ്യൻ ആൻഡ് അസ്ട്രോണോമർ. കേട്ടോ, ഫേമസ് മാത്തമാറ്റീഷ്യൻ ആൻഡ് അസ്ട്രോണോമർ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടുന്ന് പ്രോപ്പർലി ഓർക്കാലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അതായത് നമ്മുടെ നന്ദാസിന്റെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ടൈം പീരീഡിൽ ജീവിച്ച ഫേമസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ഗ്രാമേറിയൻ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പാണിനിയാണ്. പാണിനി എഴുതുന്ന വർക്കാണ് എന്ന് പറയുന്നത് അഷ്ടധ്യായി എന്ന് പറയുന്നത്. അപ്പൊ കാളിദാസന്റെ വർക്കുകളാണ് അഭിജ്ഞാന ശാകുന്തളം, വിക്രമോ വർഷിയം, ഋതുസംഹാര, രഘുവംശ, മാളവിക അഗ്നിമിത്രം, മേഘദൂത്. വീണ്ടും ഓർത്തോളുക, ചന്ദ്രഗുപ്ത സെക്കൻഡ് നമ്മുടെ ഗുപ്ത ഡൈനാസ്റ്റിയിലെ റൂളറാ. ചന്ദ്രഗുപ്ത സെക്കൻഡ് ഈസ് ഓൾസോ നോൺ ആസ് വിക്രമാദിത്യ. ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ വിക്രമാദിത്യന്റെ ടൈം പീരീഡിൽ കോർട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് ആര്യഭട്ട, ഫേമസ് മാത്തമാറ്റീഷ്യൻ ആൻഡ് അസ്ട്രോണോമർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ ഗ്രാമർ കമ്പോസ്ഡ് ബൈ പാണിനി കൺസിസ്റ്റ് ഓഫ് ഓവർ ഡാഷ് ഗ്രാമറ്റിക്കൽ റൂൾസ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു നമ്മുടെ പാണിനി എഴുതുന്ന ബുക്കാണ് എന്ന് പറയുന്നത് അഷ്ടധ്യായി. ഓക്കെ, അപ്പോൾ ദ ഗ്രാമർ കമ്പോസ്ഡ് ബൈ പാണിനി കൺസിസ്റ്റ് ഓവർ ഡാഷ് ഗ്രാമറ്റിക്കൽ റൂൾ. അതായത് പാണിനി കമ്പോസ് ചെയ്ത ഗ്രാമറിൽ എത്ര ഗ്രാമറ്റിക്കൽ റൂൾസുകളാണുള്ളത്? കൺസിസ്റ്റ് ഓഫ് ഓവർ എത്ര ഗ്രാമറ്റിക്കൽ റൂൾസ് ആണ്? ആൻസർ 4000 ആണ് കേട്ടോ. ആൻസർ എന്താണ്? 4000. ദ ഗ്രാമർ കമ്പോസ്ഡ് ബൈ പാണിനി കൺസിസ്റ്റ് ഓഫ് ഓവർ 4000 ഗ്രാമറ്റിക്കൽ റൂൾസ്. അങ്ങനെയാണെങ്കിൽ ഏൻഷ്യന്റ് ഡൈനാസ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബുക്കുകൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ അർദ്ധശാസ്ത്ര. അപ്പൊ അർദ്ധശാസ്ത്ര എഴുതിയത് ആരാണ്? കൗടില്യ, അല്ലെങ്കിൽ ചാണക്യ, അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. മൂന്നും ഒരാൾ തന്നെ. അർദ്ധശാസ്ത്ര എഴുതുന്നത് കൗടില്യ, ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. ഇനി നാഗാനന്ദ രത്നാവലി പ്രിയദർശിക. നാഗാനന്ദ രത്നാവലി അതുപോലെ പ്രിയദർശിക. നാഗാനന്ദ രത്നാവലി പ്രിയദർശിക ഇതൊക്കെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർഷവർദ്ധനന്റെ വർക്കുകളാണ്. ഹർഷവർദ്ധൻ. ഓക്കെ, അതുപോലെ കാദംബരിയും അതുപോലെ തന്നെ ഹർഷചരിതയും. കാദംബരിയും ഹർഷചരിതയും ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാണഭട്ട. ആരാണ് എഴുതുന്നത്? ബാണഭട്ട. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മുദ്രരാക്ഷസ. മുദ്രരാക്ഷസ എഴുതുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖദത്ത. മുദ്രരാക്ഷസ എഴുതുന്നവരാണ് വിശാഖദത്ത. ദെൻ ബുദ്ധചരിത. ബുദ്ധചരിത എഴുതുന്നത് അശ്വഘോഷ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അർദ്ധശാസ്ത്ര എഴുതുന്നത് ആരാണ്? കൗടില്യ. നാഗാനന്ദ രത്നാവലി പ്രിയദർശികയാണെങ്കിൽ അത് ഹർഷവർദ്ധനൻ. കാദംബരിയും ഹർഷചരിതയും ആണെങ്കിൽ ബാണഭട്ട. മുദ്രരാക്ഷസ എഴുതുന്നത് വിശാഖദത്ത. ബുദ്ധചരിത എഴുതുന്നത് ആരാണ്? അശ്വഘോഷ. ഗീതാ ഗോവിന്ദ എഴുതുന്നത് ആരാണ്? ഗീതാ ഗോവിന്ദ ജയദേവ. മഹാഭാഷ്യ
മഹാഭാഷ്യ. മഹാഭാഷ്യ എഴുതുന്നത് അത് പതഞ്ജലി. ഓക്കെ, ദെൻ ബൃഹത് സംഹിത. ഇതെല്ലാം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കേട്ടോ, ഒരുമിച്ച് നോട്ട് ചെയ്തോ. ബൃഹത് സംഹിത എഴുതുന്നത് വരാഹമിഹിര. ഇനി ഇന്ത്യക്ക് എഴുതുന്നത് ആരാണ്? അത് ഓൾറെഡി അറിയാം. ഇന്ത്യക്ക് എഴുതുന്നത് ആരാണ്? മെഗസ്തനീസ്. ഓക്കെ, അപ്പൊ ഇത്രയും ബുക്കുകൾ എന്ത് ചെയ്യാ ഓർത്തോളുക. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. അർത്ഥശാസ്ത്രം എഴുതുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗടില്യ. നാഗാനന്ദ രത്നാവലി പ്രിയദർശികയാണെങ്കിൽ അത് ഹർഷവർദ്ധന. കാദംബരിയും ഹർഷചരിതയുമാണെങ്കിൽ ബാണഭട്ട. മുദ്ര രാക്ഷസ എഴുതുന്നത് വിശാഖദത്ത. ബുദ്ധചരിത എഴുതുന്നത് അശ്വഘോഷ. ഗീതാ ഗോവിന്ദയാണെങ്കിൽ ജയദേവ. മഹാഭാഷ്യയാണെങ്കിൽ പതഞ്ജലി. ബൃഹത് സംഹിതയാണെങ്കിൽ വരാഹമിഹിര. ഇന്ത്യക്കാണെങ്കിലോ മെഗസ്തനീസ്. അപ്പൊ ഇത്രയും വർക്കുകൾ ഡെഫിനറ്റ്ലി നോട്ട് ചെയ്ത് പഠിച്ചോണം, ക്വസ്റ്റ്യൻസ് വരും. അർത്ഥശാസ്ത്രയാണെങ്കിൽ കൗടില്യ. നാഗാനന്ദ രത്നാവലി പ്രിയദർശികയാണെങ്കിൽ ഹർഷവർദ്ധന. കാദംബരിയും ഹർഷചരിതയുമാണെങ്കിൽ ബാണഭട്ട. മുദ്ര രാക്ഷസിയാണെങ്കിൽ വിശാഖദത്ത. ബുദ്ധചരിതയാണെങ്കിൽ അശ്വഘോഷ. ഗീതാ ഗോവിന്ദയാണെങ്കിൽ ജയദേവ. മഹാഭാഷ്യയാണെങ്കിൽ പതഞ്ജലി. ബൃഹത് സംഹിത എഴുതിയത് വരാഹമിഹിര. ഇന്ത്യക്ക് എഴുതാരാണ്? മെഗസ്തനീസ്. ഓക്കെ, around which year did Chandragupta Maurya establish Mauryan Empire? ചന്ദ്രഗുപ്ത മൗര്യ ചാണക്യ അല്ലെങ്കിൽ കൗടില്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. ചാണക്യ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കൗടില്യ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് വിഷ്ണുഗുപ്ത. ഓക്കെ, അപ്പൊ ചാണക്യ അല്ലെങ്കിൽ കൗടില്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തന്റെ സഹായത്തോട് കൂടിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യ മൗര്യ എംപയർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 321 BC യിലാണെന്ന് അറിയുക. 321 BC യിൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്ക്. ഡാഷ് വാസ് ആൻ അംബാസിഡർ ഹു വാസ് സെന്റ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ബൈ ദ ഗ്രീക്ക് റൂളർ ഓഫ് വെസ്റ്റ് ഏഷ്യ. അതായത് നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിലേക്ക് വരുന്നു അല്ലെ? കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ, അങ്ങനെ എഴുതിക്കോ. ഡാഷ് വാസ് ആൻ അംബാസിഡർ ഹു വാസ് സെന്റ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? അതായത് ചന്ദ്രഗുപ്ത മൗര്യ നന്ദ ഡൈനാസ്റ്റിയെ റീപ്ലേസ് ചെയ്തിട്ട് കൗടില്യ അല്ലെങ്കിൽ ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തന്റെ സഹായത്തോടു കൂടി 321 BC യിൽ മൗര്യ ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു? ഫൗണ്ട് ചെയ്യുന്നു. അപ്പൊ മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യാണ്. ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിലേക്ക് വരുന്നു. അപ്പൊ അതിനു മുന്നേ 326 BC യിൽ അലക്സാണ്ടറും പോറസും തമ്മിൽ ബാറ്റിൽ ഓഫ് ഐഡാസ്പസ് നടക്കുന്നുണ്ട്. ബാറ്റിൽ ഓഫ് ഐഡാസ്പസിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആര് മരണപ്പെടുകയാണ്? അലക്സാണ്ടർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം അലക്സാണ്ടർ നോക്കി നടത്താൻ ഏൽപ്പിക്കുന്നത് ആരെയാണ്? സെലൂക്യസ് നിക്കേറ്ററിനെയാണ്. അപ്പോ ചന്ദ്രഗുപ്ത മൗര്യ മൗര്യ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്ത് അധികാരത്തിലേക്ക് വരുമ്പോൾ ആരുമായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്? സെലൂക്യസ് നിക്കേറ്ററുമായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. സോ ഫൈറ്റിൽ പരാജയപ്പെടുന്നെന്ന് മനസ്സിലായ സെലൂക്യസ് നിക്കേറ്റർ എന്ത് ചെയ്യാ? യുദ്ധം വേണ്ടാന്ന് വെക്കുകയും അതുപോലെ തന്നെ തന്റെ മകളായിട്ടുള്ള ഹെലനയെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയുമാണ്? ചന്ദ്രഗുപ്ത മൗര്യക്ക് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയും ചെയ്യാണ്. ഇത്തരത്തിൽ ഹെലനയെ ചന്ദ്രഗുപ്ത മൗര്യ വിവാഹം ചെയ്യുന്നതോടുകൂടി ഗ്രീക്കുകാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുകയാണ്. ആദ്യത്തെ ഗ്രീക്കുകാരൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ട് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആളുടെ പേരാണ് മെഗസ്തനീസ്. മെഗസ്തനീസ് എഴുതുന്ന ബുക്കാണ് എന്ന് ഓർത്തോളുക, ഇൻഡിക്ക. അപ്പൊ ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? മെഗസ്തനീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹു ഓതേർഡ് ട്രീറ്റൈസ് അർത്ഥശാസ്ത്ര ദാറ്റ് ഡീൽസ് വിത്ത് പ്രൈമറി വിത്ത് സ്റ്റേറ്റ് ക്രാഫ്റ്റ്? അർത്ഥശാസ്ത്ര എഴുതിയത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കൗടില്യ അല്ലെങ്കിൽ ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. റീസെന്റ് അഗൈൻ ക്വസ്റ്റ്യൻ വന്നു, ഈ അർത്ഥശാസ്ത്രയില് എത്ര ബുക്കുകളാണുള്ളത്? അർത്ഥശാസ്ത്ര കൺസിസ്റ്റ് ഓഫ് ഡാഷ് ബുക്സ്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 15 ബുക്സ് ആണ് കേട്ടോ. അർത്ഥശാസ്ത്ര കൺസിസ്റ്റ് ഓഫ് എത്ര ബുക്കുകളാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 15 ബുക്സ് ആണെന്ന് കൂടി എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്തിരുന്നോളുക. ഓക്കെ, അപ്പോ പറഞ്ഞത് ഇങ്ങനെ അർത്ഥശാസ്ത്രം എഴുതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണക്യ അല്ലെങ്കിൽ കൗടില്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. ഈ അർത്ഥശാസ്ത്രയില് മെയിൻലി എത്ര ബുക്കുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 15 ബുക്സ്. ഓക്കെ, 15 ബുക്സുകളാണുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്
പഠിക്കുന്നത് എന്നാണ്. എന്തിനെ പറ്റിയാണ് ഈ അർത്ഥശാസ്ത്രയിൽ മെയിൻലി പറയുന്നത്? സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ് കേട്ടോ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അർത്ഥശാസ്ത്രം എഴുതുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗടില്യ. അർത്ഥശാസ്ത്ര കൺസിസ്റ്റ് ഓഫ് 15 ബുക്സ്. 15 ബുക്കുകൾ കൺസിസ്റ്റ് ആണ് അർത്ഥശാസ്ത്രയിൽ. അർത്ഥശാസ്ത്രം മെയിൻലി ഡീൽ ചെയ്യുന്നത് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണെന്ന് അറിയുക. അർത്ഥശാസ്ത്രയെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ശ്യാമശാസ്ത്രിയാണ്. ആർ ശ്യാമശാസ്ത്രി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കേണ്ട ശ്യാമശാസ്ത്രി. ഓക്കെ, അപ്പോ ഇത് കൂടാതെ ശരിക്കും ഈ അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്യുന്നത് എത്ര സോഴ്സസ് ഓഫ് ലോ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സോഴ്സസ് ഓഫ് ലോ ആണ് അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്യുന്നത്? ഇറ്റ് മെൻഷൻ 4 സോഴ്സസ് ഓഫ് ലോ. ആ കാര്യം കൂടി എന്ത് ചെയ്യുക, പ്രോപ്പർലി അറിഞ്ഞിരിക്കുക. പറഞ്ഞത് ഇങ്ങനെ, അർത്ഥശാസ്ത്രം എഴുതാരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കൗടില്യ. സോഷ്യോ എക്കണോമിക് പ്രോബ്ലത്തെ പറ്റിയാണ് ഇതിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് ഓർക്കുക. അർത്ഥശാസ്ത്രയെ ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നത് ആരാണ്? അത് ശ്യാമശാസ്ത്രിയാണ്. ഇറ്റ് മെൻഷൻസ് 4 സോഴ്സസ് ഓഫ് ലോ. അർത്ഥശാസ്ത്ര ഓൾസോ മെൻഷൻ 4 സോഴ്സസ് ഓഫ് ലോ. എത്ര സോഴ്സസ് ഓഫ് ലോ ആണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 4. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കാലോ. അപ്പൊ അർത്ഥശാസ്ത്രം എഴുതുന്നത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കൗടില്യ. അർത്ഥശാസ്ത്രയിൽ എത്ര ബുക്കുകളെ പറ്റി അല്ലെങ്കിൽ എത്ര ബുക്കുകൾ കൺസിസ്റ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ 15 ബുക്സ്. സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ് ഇതിൽ മെയിൻലി ഡീൽ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ശ്യാമശാസ്ത്രിയാണ്. ആൻഡ് ഇറ്റ് മെൻഷൻസ് 4 സോഴ്സസ് ഓഫ് ലോ. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹു വാസ് ദ മൗര്യൻ എംപയർ ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ഇന്റലിജന്റ് സിസ്റ്റം ഇൻ ഹിസ് എംപയർ? ഇന്റലിജന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്പൈ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ആരാണ്? ഏത് റൂളറാണ്? അതാണ് ക്വസ്റ്റ്യൻ. സ്പൈ സിസ്റ്റം അല്ലെങ്കിൽ ഇന്റലിജന്റ് സിസ്റ്റം മെയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൗര്യൻ റൂളർ, അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇന്റലിജന്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്പൈ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൗര്യൻ റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഗൗതമിപുത്ര ശതകർണി who ruled in the 1st century AD is regarded as the greatest among which dynasty's ruler? ഗൗതമിപുത്ര ശതകർണി ഏത് ഡൈനാസ്റ്റിയിലെ റൂളർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശതവാഹന ഡൈനാസ്റ്റിയിലെ റൂളറാണ്. ഓക്കെ, ശതവാഹന ഡൈനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള റൂളറാണ് ഗൗതമിപുത്ര ശതകർണി. അറിയാം, ഈ ശതവാഹന ഡൈനാസ്റ്റിയിലെ റൂളേഴ്സ് അവരുടെ കോയിൻസ് ഒക്കെ മെയിൻലി മിന്റ് ചെയ്തിരുന്നത് ഏതിലായിരുന്നു? ലെഡ് കോയിൻസ് ആണെന്നുള്ളത് അറിയുക. അതുപോലെ തന്നെ ശതവാഹന ഡൈനാസ്റ്റിയിലുള്ള റൂളേഴ്സ് ബ്രാഹ്മണൻസിനും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കുമൊക്കെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള വില്ലേജസ് നൽകിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണാസിനും അതുപോലെ ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കുമൊക്കെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള വില്ലേജസ് ആര് നൽകിയിട്ടുണ്ടായിരുന്നു? ശതവാഹന റൂളേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അജന്ത കേവ്സിന്റെ കാർവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അജന്ത കേവ്സിന്റെ കാർവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അജന്ത കേവ്സിന്റെ കാർവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഏത് ഡൈനാസ്റ്റിയ ടൈം പീരീഡിലാണ്? ശതവാഹന ഡൈനാസ്റ്റിയ ടൈം പീരീഡിൽ. അപ്പൊ ഓർത്തോളുക, ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത് ശതവാഹന ഡൈനാസ്റ്റിയിലെ മെയിൻ റൂളർ ആണ്. ഗൗതമിപുത്ര ശതകർണി ശതവാഹന ഡൈനാസ്റ്റി ആണെന്ന് ഓർക്കുക. ശതവാഹന ഡൈനാസ്റ്റിയിലെ മെയിൻലി കോയിൻസ് ഒക്കെ മിന്റ് ചെയ്തിരുന്നത് ഏതിലായിരുന്നു? ലെഡ് കോയിൻസ് ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. രണ്ടാമത് ഓർക്കേണ്ട പോയിന്റ്, അജന്ത കേവ്സിന്റെ കാർവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. ബുദ്ധിസ്റ്റ് മോങ്കുകൾക്കും അതുപോലെ തന്നെ ബ്രാഹ്മണാസിനും ടാക്സ് ഫ്രീ ആയിട്ടുള്ള വില്ലേജസും ആര് നൽകിയിട്ടുണ്ടായിരുന്നു? ശതവാഹന ഡൈനാസ്റ്റിയിലുള്ളവര് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ 15 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഇതിൽ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അതായത് എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചോണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.